ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈമുനാസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ലേശം വെള്ളവും കൂടി ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്തേക്ക് അത് നന്നായി തന്നെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ തക്കാളിയും സവാളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തക്കാളിയും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു കഷ്ണം പട്ടയും ഒരു 3 ഏലക്ക കൂടി ചേർത്ത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി ഒന്ന് പാകമായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടി അതിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് മുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്തതാണ്. അതുകൊണ്ട് തന്നെ എരിവിന് പാകത്തിന് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് കൂടുതൽ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. അതിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറി ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മൾ നേരത്തെ വേവാനായിട്ട് വെച്ച ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ ചിക്കനൊന്നും ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇതാ ഇപ്പോൾ ചിക്കനൊക്കെ ഞാനൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചിക്കൻ്റെ സ്ട്രക്ചർ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കറി വെക്കുന്ന അതേ ഒരു രീതിക്ക് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. ചിക്കനൊന്നും ഒട്ടും തന്നെ കുഴഞ്ഞു പോകില്ല, നന്നായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പാകത്തിന് കറിയൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണുന്നവർ വരെ